പരിശുദ്ധനായ ദൈവത്തിന് സ്തോത്രവും സ്തുതിയും ഉണ്ടാകട്ടെ. നമ്മെ സ്നേഹിച്ചവനും തൻ്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങളെ പോക്കിയവനുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ ബഹുമാന്യ കർത്താവിന്റെ ദാസന്മാർക്കും ദൈവജനത്തിനും ക്രിസ്തീയ വന്ദനങ്ങൾ. ഒരു പുതിയ ദിവസവും കൂടെ അതിൻ്റെ സന്ധ്യയിൽ നമുക്ക് തിരുസന്നിധിയിലേക്ക് ഒരുമിച്ച് അടുത്തു വരുവാനാം, തിരുവെഴുത്തുകൾ നമുക്ക് പഠിക്കുവാനും അവസരങ്ങൾ ദൈവം ഒരുക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുകയാണ്. പിന്നെയും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ദൈവം നമ്മെ മറയ്ക്കുമാറാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. നമുക്ക് പ്രാർത്ഥനാപൂർവം നമ്മൾ പഠിച്ചു വരുന്ന വെളിപ്പാട് പുസ്തകം 4-5 അധ്യായങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 4-5 അധ്യായങ്ങൾ ഒരുമിച്ച് നമ്മൾ പഠിക്കേണ്ട ഭാഗങ്ങളാണ്. അതിൽ സ്വർഗത്തിൻ്റെ ഒരു ദർശനമാണ് നമുക്ക് ലഭിക്കുന്നത്. സ്വർഗത്തിൽ എന്താണ് ഉള്ളത്? ദൈവത്തിൻ്റെ സിംഹാസനവും സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വപൂർണമായ ദർശനവുമാണ് നമുക്കുള്ളത്. സ്തോത്രം. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അവിടെ ഉണ്ടെന്ന് വെളിപ്പാട് 22-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. സ്തോത്രം. ഫ്രം Revelation 22 we can understand there in heaven will be the throne of God the Father and also of the Lamb. ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തെ നമുക്ക് 4-5 അധ്യായങ്ങളിൽ ദർശിക്കുവാനായിട്ട് സാധിക്കും. എല്ലായ്പ്പോഴും എല്ലാവർക്കും ഉണ്ടാകേണ്ട ഉൾക്കാഴ്ചയാണ് സിംഹാസനസ്ഥനായ ദൈവം. സ്തോത്രം. സിംഹാസനസ്ഥനായ ദൈവം. Every eye should always see our God enthroned on the most high throne. That means his supremacy, his sovereignty. Our God alone is lifted up above all. നമ്മുടെ ദൈവം മാത്രം സകലരെക്കാളും സകലത്തെക്കാളും ഉയർന്നിരിക്കുന്നവൻ എന്ന ആ ഒരു ദർശനമാണ് നമുക്ക് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. ഏത് സാഹചര്യത്തിലും ദൈവം വാഴുന്നു, ദൈവം മഹോന്നതനായിരിക്കുന്നു, സിംഹാസനസ്ഥനായിരിക്കുന്നു എന്ന ബോധം നമ്മെ ഭരിച്ചുകൊണ്ടേയിരിക്കണം. എങ്കിൽ നമുക്ക് നിരാശപ്പെടുവാൻ വകയില്ല. സ്തോത്രം. നാം ആ ഭാഗം കണ്ടു. ഈ സ്വർഗം അതിനെ എവിടെയാ? നമ്മുടെ കൂട്ടത്തിലും ചിലരൊക്കെ പറയാറുണ്ട് അതിവിടെ ഭൂമിയിൽ തന്നെയാണ്. സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം എവിടെയായിരിക്കുന്നു അവിടെയാണ് സ്വർഗം. ദൈവം എവിടെയായിരിക്കുന്നുവോ അവിടെയാണ് സ്വർഗം. അല്ലാതെ സ്വർഗം എന്ന് പറയുന്ന ഒരു സ്ഥലം അത് ഒരർത്ഥത്തിൽ ശരിയാ. ഷീല സിസ്റ്റർ പറഞ്ഞത് ഒരർത്ഥത്തിൽ ശരിയാണ്. ദൈവം എവിടെയായിരിക്കുന്നുവോ അവിടമാണ് സ്വർഗം. ന്യായാധിപൻ എവിടെ ഇരിക്കുന്നോ അത് കോടതി എന്ന് പറഞ്ഞതുപോലെ. അതല്ലാതെ സ്വർഗം എന്ന ഒരു സ്ഥലം പ്രത്യേകമായിട്ട് എടുത്തു പറയാനായിട്ടുണ്ടോ? ജോച്ചാൻ എന്താ പറഞ്ഞിരുന്നല്ലോ,
ദൈവ സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തമായതും ദൈവം വസിക്കുന്നതുമായ സ്ഥലം. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ചോദ്യമുണ്ട്, ദൈവ സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തമായത്. അപ്പോൾ ഈ സ്വർഗം സൃഷ്ടി അല്ലേ? അല്ലെങ്കിൽ പ്രപഞ്ച സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തമായത്. ഓക്കെ, അതായത് സൃഷ്ടി തന്നെയാണ് അല്ലേ? അതെ, സൃഷ്ടി തന്നെയാണ്. ഓക്കെ, അത് കുഴപ്പമില്ല. ഈ ദൃശ്യമായ പ്രപഞ്ചത്തിൽ നിന്ന് വ്യത്യസ്തമായ, അപ്പോൾ തന്നെ ദൈവം വസിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിന്റെ വാസസ്ഥലമായ ഇടം, അതാണ് സ്വർഗം. അതെ, മറ്റെന്തെങ്കിലും ആർക്കെങ്കിലും? സ്വർഗം എന്താണെന്നോ എവിടെയാണെന്നോ? തീർച്ചയായിട്ടും ജോച്ചാൻ പറഞ്ഞതുപോലെ വളരെ നല്ലൊരു നിർവചനമാണ് പറഞ്ഞത്. അതിനെ ഒന്നും കൂടെ പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ദൈവത്തിന്റെ വാസസ്ഥലം. അതേപ്പറ്റി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്പമായിട്ട് ചിന്തിച്ചു, അതുകൊണ്ട് ഇനി ആവർത്തിക്കേണ്ടതില്ലല്ലോ. ദൈവം വസിക്കുന്ന ഇടം, ദൈവത്തിന്റെ വാസസ്ഥലം എന്നൊക്കെ നാം സ്വർഗത്തിന് പേര് വിളിക്കുമ്പോഴും സ്വർഗങ്ങൾ പലതുണ്ടെന്ന് ഉൽപ്പത്തി 1:1 നിന്നും വ്യക്തമാകുന്നുണ്ട്. ആദിയിൽ ദൈവം, മലയാളത്തിൽ ആകാശവും ഭൂമിയും എന്നാണ്, ഇംഗ്ലീഷിൽ നമുക്കറിയാം in the beginning God created the heavens and the earth. God created the heavens and the earth. സ്വർഗങ്ങളും ഭൂമിയും. സ്തോത്രം. അവിടെ നമുക്ക്, നമ്മുടെ വിഷയം അതല്ലെങ്കിലും ചിന്തിക്കുവാൻ വേണ്ടി ഞാൻ ഇട്ടിട്ട് പോവുകയാണ്. ഒന്ന്, നമുക്കവിടെ സമയത്തെ കാണാം, അഥവാ കാലം. പിന്നെ നമുക്കവിടെ സ്പേസ്, സ്ഥലം കാണാം. സ്ഥലകാലം എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. സ്തോത്രം. പിന്നൊന്ന് മാറ്റർ, പദാർത്ഥത്തെയും കാണാം. ഭൂമി പദാർത്ഥ നിർമ്മിതമാണ്, മെയ്ഡ് അപ്പ് ഓഫ് മാറ്റർ. അപ്പോൾ ഭൗതിക പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനമായ 3 ഘടകങ്ങളും നമുക്കവിടെ ഉണ്ട്. കാലം അഥവാ സമയം, പിന്നെ സ്ഥലം, പദാർത്ഥം, 3 കാര്യങ്ങളും അവിടെ ഉണ്ട്. ടൈം, സ്പേസ് ആൻഡ് മാറ്റർ. These are the fundamental things of the created world. അവിടെ God created the heavens. That means more than one heaven. അതിൻ്റെയും വിശദാംശങ്ങളിലേക്ക് നമ്മൾ ഇപ്പോൾ പോകുന്നില്ല, മുമ്പൊരിക്കൽ അത് നമ്മൾ ചിന്തിച്ചിരുന്നു. ഒന്നിലധികം സ്വർഗങ്ങളെ ദൈവം സൃഷ്ടിച്ചു എന്നാണ് വായിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ സ്വർഗവും എന്താണ്? ദൈവ സൃഷ്ടിയാണ്.
Even heaven is also God's creation. ദൈവത്തിന്റെ സൃഷ്ടിയാണ്. Since it is God's creation, it has a beginning. Because it has a beginning, the heaven or heavens are, or the heaven is not eternal. And therefore, only God is eternal. ഇതും നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുള്ളതാണ്. ആദിയിൽ ദൈവം സ്വർഗങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു. അതുകൊണ്ട് ഭൂമി പോലെ തന്നെ സ്വർഗങ്ങളും, ഈവൻ സ്വർഗവും ഒരു സൃഷ്ടി തന്നെ. അത് സൃഷ്ടിയായതുകൊണ്ട് അതിനൊരു തുടക്കമുണ്ട്. ഒരു തുടക്കമുള്ളത് കൊണ്ട് അത് സനാതനം അഥവാ നിത്യം അല്ല. നിത്യമല്ല. സ്വർഗം പോലും നിത്യമല്ലാത്തത് കൊണ്ട് നിത്യൻ ആയവൻ ഒരാൾ മാത്രം, അത് ദൈവം മാത്രമാണ്. സൃഷ്ടിയല്ലാത്തത് മാത്രമേ നിത്യമായിട്ടുള്ളൂ. Only those things which are not created are eternal, and therefore only one person is there. No other persons and no matter, nothing else is uncreated or non-created. Only God the Creator is what is not a creation. And therefore, one person or a thing which is eligible to be eternal is the one who is not a creation, and that is God alone is. നിത്യൻ അല്ലെങ്കിൽ നിത്യം എന്ന നിർവചനത്തിനും തക്കയോഗ്യൻ ആയിട്ടുള്ളത് സൃഷ്ടി അല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ അവൻ മാത്രം. സൃഷ്ടിയല്ലാതെ ഉള്ളത് സ്രഷ്ടാവായ ദൈവം മാത്രം. അതുകൊണ്ട് ദൈവം മാത്രമേ നിത്യനായിട്ടുള്ളൂ. സ്വർഗം പോലും സൃഷ്ടിയായതുകൊണ്ട് അതിന് തുടക്കമുണ്ട്. തുടക്കമുള്ളതൊന്നും നിത്യം അഥവാ സനാതനം അല്ല. അത് അനന്തമാകാം ഒരു പക്ഷേ അനാദിയുടെ പരീക്ഷണത്തിൽ, ടെസ്റ്റിൽ അത് പരാജയപ്പെടും. ആ സ്വർഗം ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിന്റെ വാസസ്ഥലമായിട്ടാണെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയാണെന്ന് തോന്നുന്നു പഠിച്ചു. കഴിഞ്ഞ ആഴ്ചയാണ്. എന്തിനു വേണ്ടിയാണ്? To be transcendent from the created world. ഈ സൃഷ്ടി ലോകത്തിൽ നിന്ന് സ്രഷ്ടാവ് മാറി നിൽക്കുന്നവൻ, ട്രാൻസെൻഡന്റ്, സർവാതിശായി ആയിരിക്കുന്നവൻ എന്ന് കാണിക്കാനായിട്ടാണ് ദൈവം സ്വർഗത്തിൽ വസിക്കുന്നു എന്ന് പറയുന്നത്. ആ സ്വർഗം ഈ സൃഷ്ടിയിൽ ഉൾപ്പെട്ടതല്ല. നമ്മൾ പാർക്കുന്ന ഈ വിശ്വത്തിന് പുറത്താണ് ആ സ്വർഗം. സ്തോത്രം. Beyond this creation, beyond this universe, we can understand the heaven of God is. സ്തോത്രം.
അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ ഇന്ന് ശാസ്ത്രലോകത്തെ ഏറ്റവും വിദഗ്ധമായ സ്ഥാപനം നാസയാണല്ലോ. നാസയുടെ പോലും കണ്ണിൽ പെടുന്ന ഒരു ഇടമല്ല സ്വർഗം. സ്തോത്രം. Because God cannot be contained in this created universe. The Creator is far beyond the creation. സ്രഷ്ടാവായ ദൈവം താൻ തന്നെ സൃഷ്ടിച്ച പ്രപഞ്ചത്തിനകത്ത് ഒതുങ്ങുന്നവനല്ല. ഈ പ്രപഞ്ചത്തിനും അതീതനാണ് ദൈവം. പ്രപഞ്ചാതീതനായ ദൈവം, കാലാതീതനായ ദൈവം, ചരിത്രാതീതനായ ദൈവം. ദൈവം തന്നെ സൃഷ്ടിച്ച പ്രപഞ്ചത്തിൽ ഒതുങ്ങാത്തവൻ, ദൈവം തന്നെ സൃഷ്ടിച്ച സമയത്തിനകത്ത് കാലത്തിനകത്ത് ഒതുങ്ങാത്തവൻ, ചരിത്രത്തിനകത്ത് ഒതുങ്ങാത്തവനായൊരു ദൈവം. സ്തോത്രം. അത് ഈ പ്രപഞ്ചത്തിന് പുറത്താണ്, ഈ വിശ്വത്തിന് പുറത്താണ് സ്വർഗം എന്നത് നമുക്ക് മനസ്സിലാക്കാം. കുറച്ചും കൂടെ സരളമായിട്ട് പറഞ്ഞാൽ, ഇന്ന് ലോകത്തിലുള്ള അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള എത്രയോ ഗ്രഹങ്ങളുണ്ട്, എത്രയോ ഗ്രഹങ്ങളുണ്ട്. നാസയുടെ പോലും ഭൂതക്കണ്ണാടിയിൽ പെടാത്തത്. സ്തോത്രം. ഈ പ്രപഞ്ചത്തിനകത്ത് തന്നെയുള്ള ശാസ്ത്രം സമ്മതിക്കുന്നു, ഇത്രയേറെ കോടി കോടി വർഷങ്ങളായി പ്രപഞ്ച സൃഷ്ടി നടന്നിട്ട്, അവർ സൃഷ്ടി എന്ന് പറയുന്നില്ലെങ്കിലും, സൃഷ്ടി എന്ന പദം ഉപയോഗിക്കുന്നില്ലെങ്കിലും, ഈ പ്രപഞ്ചം നിലനിൽക്കാൻ തുടങ്ങിയിട്ട് കോടാനുകോടി വർഷങ്ങളായി എന്ന് ശാസ്ത്രം പറയുന്നു. എന്നിട്ടും ഒരു പ്രകാശ വർഷത്തിന്റെ വേഗതയൊക്കെ നമുക്കറിയാമല്ലോ. അത്രയേറെ വേഗതയിൽ പ്രകാശം സഞ്ചരിച്ചിട്ടും ഇതുവരെ ഭൂമിയിൽ പ്രകാശം എത്തിയിട്ടില്ലാത്ത പരശതം നക്ഷത്രങ്ങൾ ഉള്ളതായി ശാസ്ത്രം സമ്മതിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇനി പ്രപഞ്ചത്തിന് പുറത്തല്ല സ്വർഗം എന്ന് വന്നാലും, ശാസ്ത്രത്തിന്റെ കണ്ണിൽ പെട്ടിട്ടില്ലാത്ത ഗ്രഹങ്ങളിൽ ഒന്നായി കൂടെ ഈ സ്വർഗം? അതുപോലെ തന്നെ നരകവും. തീർച്ചയായും. എന്നാൽ വേദപുസ്തകം നമുക്ക് സ്വർഗത്തെക്കുറിച്ചുള്ള ചെറിയ സൂചന നൽകുന്നത് മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓർമ്മ ഉള്ളവർ ആരെങ്കിലും ഒക്കെ കണ്ടേക്കാം അല്ലേ? ഉത്തരഗിരിയായ സിയോൻ പർവ്വതം. അതെ, സ്തോത്രം. വേദപുസ്തകം വെച്ച് നോക്കിയാൽ സ്വർഗത്തിന്റെ സ്ഥാനം നോർത്തേൺ പോൾ, വടക്ക് വശത്താണ്. വടക്ക് എന്ന് പറയുന്നത് സൃഷ്ടിയുടെ, നാം ഇന്നായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ ഉത്തര ഭാഗം എന്ന് അർത്ഥം. കുറെ വാക്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്. കൂടുതൽ വിശദീകരണം ഇല്ലാതെ ഒന്ന് സൂചിപ്പിച്ച് മാത്രം മുൻപോട്ട് പോകുന്നു. 48-ാം സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ വാക്യങ്ങളിൽ നാം ആ കാര്യം കാണുന്നു. 1-2 വാക്യങ്ങൾ. Psalms 48 verses 1 and 2. Great is the Lord and greatly to be praised in the city of our God, his holy mountain. Beautiful in elevation is the joy of all the earth, Mount Zion in the far north,
the city of the great king. In the far north, in the extreme north pole, ദൈവത്തിന്റെ നഗരം, ഉത്തരഗിരി. ഉത്തരഗിരി അങ്ങ് മുകളിലാണ് എന്ന് പറയുമ്പോൾ നേരെ തലയ്ക്ക് മുകളിലെ നമ്മൾ നേരെ നോക്കിയാൽ കാണുന്ന ആകാശം ഒന്നുമല്ല. അങ്ങ് മുകളിൽ എന്ന് പറയുന്നത് ഭൂമിശാസ്ത്രപരമായി, ജിയോഗ്രഫിക്കലി നാം അത് മനസ്സിലാക്കണം. ഈ ദിക്കുകളിൽ ഏറ്റവും ഉയർന്ന ദിക്ക് എന്ന് പറയുന്നത് നോർത്തേൺ പോൾ ആണല്ലോ. സ്തോത്രം. അതുപോലെ വേറെയും ചില വാക്യങ്ങൾ ഉള്ളത് യെശയ്യാവ് 13-14 വാക്യങ്ങളിൽ ലൂസിഫർ ഹൃദയത്തിൽ പറയുന്നതായിട്ടാണ്. ഐഷയ 14:13 and 14. You said in your heart, I will ascend to heaven above the stars of God. I will set my throne on high. I will sit on the mount of assembly in the far reaches of the north. I will ascend in the far reaches of the north. ചില വേർഷൻസിലൊക്കെ മോസ്റ്റ് ഹൈ എന്നും കൊടുത്തിട്ടുണ്ട്. സാത്താനെ പറ്റിയുള്ള ഒരു ഭാഗമായിട്ടാണല്ലോ പാരമ്പര്യമായി ക്രൈസ്തവ സഭകൾ ഈ ഭാഗങ്ങളെ ചിന്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സാത്താൻ തൻ്റെ ഹൃദയത്തിൽ പറഞ്ഞത്, ഉത്തര ദിക്കിൽ ഞാൻ എൻ്റെ സിംഹാസനം വച്ചരുളും. ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുകളിൽ ഉത്തര ദിക്കിൽ, അവിടെയും ഫാർ നോർത്ത്. Psalm 75:6, 75-ാം സങ്കീർത്തനം 6-ാം വാക്യം. കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല, തെക്ക് നിന്നുമല്ല ഉയർച്ച വരുന്നത്. പിന്നെ എവിടെ നിന്നായിരിക്കും? എത്ര ദിക്കുകളുടെ പേര് പറഞ്ഞവിടെ? 3 ദിക്കുകളുടെ പേര് പറഞ്ഞു. വടക്കിന്റെ മാത്രം പേര് പറഞ്ഞിട്ടില്ല. അടുത്തത്, ദൈവം ന്യായാധിപതിയാകുന്നു, അവൻ ഒരുത്തനെ താഴ്ത്തുകയും മറ്റൊരുത്തനെ ഉയർത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഉയർച്ച വരുന്നത് ദൈവത്തിങ്കൽ നിന്ന് എന്ന് ആ വാക്യം വ്യക്തമാക്കുന്നു. മറ്റ് 3 ദിക്കുകളുടെയും പേര് പറഞ്ഞു. കിഴക്കും പടിഞ്ഞാറും തെക്കും. പേര് പറയാതെ ഒരു ദിക്കുണ്ട്. ആ ദിക്കിന്റെ പേര് പറഞ്ഞില്ലെങ്കിലും ഉയർച്ച വരുന്നത് ദൈവത്തിങ്കൽ നിന്നുമാണെന്ന് പറയുമ്പോൾ അവിടെ അർത്ഥമാക്കുന്നത് ദൈവം ഇരിക്കുന്നത്, അല്ലെ ദൈവത്തിന്റെ സിംഹാസനം ഇരിക്കുന്നത്, ദൈവത്തിന്റെ വാസസ്ഥലം, സ്വർഗം എന്ന് പറയുന്ന സ്ഥലം വടക്ക് ദിശയിലാണ് എന്നാണ്. യോബ് 37:22 കൂടെ, 37:22. ജോബ്. Out of the north comes golden splendor. God is clothed with awesome majesty. Also, I think chapter 23, 8 and 9 also. ഞാൻ കിഴക്കോട്ട് ചെന്നാൽ അവൻ അവിടെ ഇല്ല, പടിഞ്ഞാറോട്ട് ചെന്നാൽ അവനെ കാണുകയില്ല. വടക്ക് അവൻ പ്രവർത്തിക്കാൻ നോക്കിയിട്ട് അവനെ കാണുന്നില്ല, തെക്കോട്ട് അവൻ തിരിയുന്നു, അവനെ കാണുന്നില്ല താനും. ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് ദൈവം വസിക്കുന്ന ഇടം, സ്വർഗം എന്ന് വിളിക്കുന്ന സ്ഥലം ഭൂമിശാസ്ത്രപരമായി വടക്ക് ദിശയാണ്. ആ വടക്ക് എന്നതുകൊണ്ട് ഏറെ അർത്ഥമാക്കുന്നത് ഏറ്റവും
ഉയർന്ന സ്ഥലം, ആ ദിശ, ഏറ്റവും ഉയർന്ന ദിശ വടക്ക് എന്ന നിലയിലാണ്. അതുകൊണ്ടാണ് സ്വർഗത്തെ മുകളിലുള്ള സ്ഥലമായി ചിത്രീകരിക്കുന്നത്. എന്നാൽ തങ്ങൾ യുക്തിവാദികളാണെന്നും ശാസ്ത്രബോധമുള്ളവരാണെന്നും വിദ്യാസമ്പന്നരാണെന്നും ഒക്കെ അഭിമാനിക്കുന്ന ചില വ്യക്തികൾ, ചിലപ്പോൾ സഭയ്ക്കകത്തുള്ളവരോ പുറത്തുള്ളവരോ ആകാം, നിരീശ്വരവാദികളാകാം, അവരൊക്കെ കളിയാക്കി ചോദിക്കുന്നതാണ്, നമ്മുടെ കൂട്ടത്തിലും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ചിലപ്പോൾ സംശയം ചോദിക്കുന്നതാണ്, സ്വർഗം എവിടെ മുകളിലാണോ, നരകം എവിടെ താഴെയാണോ? എന്നാൽ ഇതാണ് വേദപുസ്തകത്തിന്റെ പഠിപ്പീര്. ഇനിയും ഇത്രയും നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമായി തോന്നുന്നെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ സരളമായ കാര്യം ചിന്തിച്ചാൽ മതി. സ്വർഗവും നരകവും ഭൂമിയും സൂര്യനും ചന്ദ്രനും ഒക്കെ പോലെ ഒരു പ്ലാനറ്റാണ്, മറ്റൊരു ഗോളമാണ്. ശാസ്ത്രത്തിന്റെ കണ്ണിൽ ഇതുവരെ പെട്ടിട്ടില്ല എന്ന് മാത്രം. അതൊരു പക്ഷേ പെടുകയുമില്ല. ഇത്രയേറെ ശാസ്ത്രം പുരോഗമിച്ചിട്ടും ശാസ്ത്രത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലാത്ത, കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത എത്രയോ പ്ലാനറ്റ്സ് ഉണ്ട്, എത്രയോ ഗോളങ്ങളുണ്ട്. അതിൽ ഒന്ന്, ഉദാഹരണത്തിന് സൂര്യൻ തന്നെ എത്ര കത്തിജ്വലിക്കുന്നു. സൂര്യൻ കത്തി അമർന്നേ പറ്റൂ, കത്തിത്തീർന്നുകൊണ്ടും ഇരിക്കുകയാണ്. അത് വെറും ഒരു കരിക്കട്ടയായി മാറും. യേശു കർത്താവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കരിമ്പടം പോലെ ആയിത്തീരും. പണ്ടത്തെ കമ്പിളി കരിമ്പടം പോലെ ആയിത്തീരും. ഇന്ന് പിന്നെ വർണ്ണശബളമായ കമ്പിളികളൊക്കെയാണ്, കണ്ടാൽ തന്നെ ഒന്ന് പുതയ്ക്കാൻ തോന്നും. പണ്ടുള്ളത് അങ്ങനെ അല്ലായിരുന്നു, കുത്തിക്കേറുമായിരുന്നു, കറുത്തിരിക്കും കമ്പിളി. ഇപ്പോഴത്തെ സൂര്യൻ പക്ഷേ ശാസ്ത്രത്തിന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ കോടാനുകോടി വർഷമായിട്ട് കത്തിക്കൊണ്ടിരിക്കുക. ആരെങ്കിലും അതിന് ഇലക്ട്രിക് പവർ കൊടുക്കുന്നുണ്ടോ? ആരെങ്കിലും അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇന്ധനം പമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ദൈവം സൃഷ്ടിച്ച നാളിൽ, അതിന് എത്ര കോടി വർഷം മുൻപുമാകട്ടെ, സൃഷ്ടിച്ച നാളിൽ ആ സൂര്യന് അങ്ങനെ ഒരു ജ്വലനശീലത നൽകി. ഇന്നും അത് ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രയേറെ കോടിക്കണക്കിന് വർഷങ്ങൾ രാവും പകലും, നമുക്ക് രാത്രിയാണെന്നേ ഉള്ളല്ലോ, ഈ സമയവും സൂര്യൻ മറ്റൊരു ഭാഗത്ത് കത്തിക്കൊണ്ടിരിക്കുക. സൂര്യന് രാത്രി ഇല്ലല്ലോ. രാവും പകലും ഇത്ര കോടിക്കണക്കിന് വർഷങ്ങളായി ഇത് കത്തിജ്വലിച്ചിട്ടും അതിൻ്റെ ജ്വലനത്തിന് ഇതുവരെ കുറവൊന്നും വന്നിട്ടില്ല. ഇനി അത് മാറിയേ പറ്റൂ. അത് സ്രഷ്ടാവ് ചെയ്തിരിക്കുന്ന ഒരു ക്രമീകരണമാണ്. അങ്ങനെയെങ്കിൽ ഈ സൂര്യനെ നമുക്ക് ഇങ്ങനെ അറിയാൻ സാധിക്കുമെങ്കിൽ, സൂര്യനേക്കാൾ എത്രയോ ശക്തിയോടെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഗോളം, തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാനറ്റ്, അതാകാം നരകം. അതിന് ദൈവത്തിന് പ്രത്യേകിച്ച് പണിമുടക്കൊന്നുമില്ല, പണിയൊന്നുമില്ല, മുതലുമുടക്കൊന്നുമില്ല. പണിമുടക്കല്ല, മുതലുമുടക്കൊന്നുമില്ല. ഒരു വാക്ക് മാത്രം മതി. അത് ദൈവം പണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുമുണ്ട്. പിന്നെ ഇനാഗുറേഷൻ ഇതുവരെ നടന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് ഇറ്റ്സ് അവൈറ്റിംഗ്.
അതിനി കാത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ പണിയെല്ലാം കഴിഞ്ഞു കിടക്കുക. ന്യായവിധി ഇതുവരെ നടന്നിട്ടില്ലാത്തത് കൊണ്ട് നരകത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം ബാക്കി തീർന്നു കിടക്കുക. അതുകൊണ്ട് സ്വർഗ നരകങ്ങളെ കുറിച്ച് കളിയാക്കി ആൾക്കാർ ചോദിക്കുന്ന, ചിലപ്പോൾ നമ്മുടെ തന്നെ കുഞ്ഞുങ്ങളൊക്കെ നമ്മളോട് വളരെ സരളമായ സംശയമായി ചോദിക്കുന്ന കാര്യത്തിന് ശരിയായ ഒരു നിലപാടിൽ ഉത്തരം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഇത്രയും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ദൈവം വസിക്കുന്ന ആ സ്വർഗം, അവിടെയാണ് യോഹന്നാനെ വിളിച്ച് അവിടുത്തെ ദർശനങ്ങൾ കാണിച്ചു കൊടുത്തത്. അവിടെ യോഹന്നാൻ എത്തി ദൈവത്തെ കണ്ടു കഴിഞ്ഞിട്ട് അടുത്ത ഭാഗമാണ് നാം 5-ാം അധ്യായത്തിൽ കണ്ടത്. ആ സിംഹാസനത്തിലിരിക്കുന്ന പിതാവായ ദൈവത്തിന്റെ കൈകളിലെ 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ട അകത്തും പുറത്തും എഴുത്തുള്ള ഒരു പുസ്തകം. അതെന്താണെന്നായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിക്കൊണ്ടിരുന്നത്. അതിൽ സംശയങ്ങൾ ഒന്നും ഇല്ല എന്ന് വന്നതുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും വിശദീകരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും കമന്റ്സോ ഉണ്ടെങ്കിൽ അതിനുള്ള അവസരം, ഇല്ലെങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാം. സ്വർഗത്തെ പറ്റി പറഞ്ഞപ്പോ ഇയ്യോബിന്റെ പുസ്തകത്തിൽ നിന്ന് പറഞ്ഞ റെഫറൻസ് ഒന്ന് പറയാം. ഇയ്യോബിന്റെ പുസ്തകത്തിൽ നിന്ന് പറഞ്ഞ 2 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് 37-ന്റെ 22. 37. അതെ. പിന്നീട് പറഞ്ഞത് 23-ാമത്തെ അധ്യായത്തിന്റെ 8ഉം 9ഉം വാക്യങ്ങളുമായിരുന്നു. ശരി, ഓക്കെ. ഓക്കെ. ഏഴ് മുദ്രകളാൽ മുദ്രയിടപ്പെട്ട പുസ്തകം. നാം അതിന്റെ വിശദീകരണം യിരെമ്യാ 32-ാം അധ്യായത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിച്ചു. ഓൾറെഡി ഇതിനോടകം നടന്നു കഴിഞ്ഞ വീണ്ടെടുപ്പിന്റെ രേഖകൾ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകം. വീണ്ടെടുപ്പ് നടന്നതും വില കൊടുത്തതും ഏറെ നേരത്തെയാണ്. പക്ഷേ അതിൻ്റെ കൈവശാവകാശം ഇതുവരെ നടപ്പിലാക്കപ്പെട്ടിട്ടില്ല. അത് നടപ്പിലാക്കുന്നതിനുള്ള എല്ലാ രേഖകളും ആർക്കാണ് ഇതിൻ്റെ കൈവശാവകാശമുള്ളതെന്നും എന്തുകൊണ്ടാണെന്നും ഒക്കെയുള്ള മുഴുവൻ വീണ്ടെടുപ്പിന്റെ രേഖകളും ഉൾക്കൊള്ളുന്ന ഒരു ആധാരം പോലെയുള്ള ഒരു ഡോക്യുമെന്റ് ആണ് ഈ പുസ്തകമെന്ന് നമ്മൾ കണ്ടു. സ്തോത്രം. ഈ പ്രപഞ്ചം, പ്രത്യേകിച്ച് ഈ ഭൂമി, ഈ പ്രപഞ്ചത്തിനകത്ത് നമ്മളിപ്പോൾ പറഞ്ഞ മുഴുവൻ ഗോളങ്ങളും നക്ഷത്രങ്ങളും നക്ഷത്ര വ്യൂഹങ്ങളും ഒക്കെ ഉണ്ട്. ഇതിൽ 2 പ്രധാനപ്പെട്ട സംഗതികൾ, ഒന്ന് സ്വർഗം, മറ്റൊന്ന് ഭൂമി. നമ്മൾ 2 ആഴ്ചയ്ക്ക് മുമ്പാണെന്ന് തോന്നുന്നു 116-ാം സങ്കീർത്തനത്തിൽ നിന്നും വായിക്കുകയുണ്ടായി. സ്വർഗം യഹോവയുടെ സ്വർഗം ആകുന്നു, ഭൂമിയെയോ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. സ്തോത്രം. അപ്പൊ സ്വർഗം യഹോവയുടെ
സ്വർഗം ആകുന്നു. എന്നാൽ ഭൂമിയെയോ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. ദൈവം മനുഷ്യന് നൽകിയതാണ് ഭൂമി. ഭൂമിയുടെ ഉടമസ്ഥാവകാശം പക്ഷെ ആർക്കാണ്? 115 സങ്കീർത്തനത്തിന്റെ 16 വാക്യമാണ് പറഞ്ഞത്. സാംസ് 115:16. അവിടെയാണ് സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു, ഭൂമിയെ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. ഭൂമിയുടെ ഉടമസ്ഥാവകാശം ആർക്കാണ്? മനുഷ്യർക്ക്. ദേശം യഹോവയുടേതാകുന്നു. The earth is the Lord's and everything. രണ്ടുത്തരം വന്നതുകൊണ്ട് ലെവിറ്റിക്കസ് 25, ലേവ്യ പുസ്തകം 25 അധ്യായത്തിന്റെ 23 വാക്യം, 25:23. നിലം ജന്മം വിൽക്കരുത്, ദേശം എനിക്കുള്ളതാകുന്നു, നിങ്ങൾ എന്റെ അടുക്കൽ പരദേശികളും വന്നു പാർക്കുന്നവരും അത്രേ. അടുത്ത വാക്യം കൂടെ വായിച്ചു. നിങ്ങളുടെ അവകാശമായ ദേശത്തൊക്കെയും നിലത്തിന് വീണ്ടെടുപ്പ് സമ്മതിക്കണം. ദൈവം ഭൂമിയെ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു, പക്ഷെ ഉടമസ്ഥാവകാശം ആർക്കാ? ദൈവത്തിന്. അതുകൊണ്ടാണ് വാഗ്ദത്ത ദേശം അവകാശമായി നൽകപ്പെട്ട ഇസ്രായേലിനോട് ദൈവം പറയുന്നത്, ഞാൻ നിങ്ങൾക്കിത് നിങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്തതുപോലെ ശാശ്വത അവകാശമായി നിങ്ങൾക്ക് തരികയാണ്. പക്ഷേ നിങ്ങൾക്ക് ജന്മം വിൽക്കാൻ അനുവാദമില്ല. എന്ന് പറഞ്ഞാൽ ഇത് എന്നേക്കുമായിട്ട് വിറ്റ് ഒഴിയാൻ അവകാശമില്ല. കാരണം ദേശം ആരുടേതാ? എന്റേതാ, ദൈവത്തിൻ്റെതാ. സ്തോത്രം. ഉടമസ്ഥാവകാശം ദൈവത്തിൻ്റെതാണ് ഭൂമിയുടെ മേൽ. പക്ഷെ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ഭൂമിയുടെ വ്യവസ്ഥിതികൾ, സിസ്റ്റംസ് എല്ലാം അടിമുടി മാറി മറിഞ്ഞു. അങ്ങനെയാണ് ഈ പ്രപഞ്ചം ദ്രവത്വത്തിന്റെ ദാസ്യത്വത്തിലേക്ക് വീണുപോയത്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നല്ലോ, റോമർ 8:19 മുതലുള്ള വാക്യങ്ങളിൽ നിന്ന്. The entire creation is subjected to decay, illusion, and it is subjected to bondage of corruptibility because of human sin. മനുഷ്യന്റെ പാപം നിമിത്തം, അതായത് സർവ സൃഷ്ടിയും ഉണ്ടാക്കിയിട്ട് മനുഷ്യനെ ഈ സർവ സൃഷ്ടിയുടെയും മണിമകുടമായി നിയമിച്ചു. എന്നാൽ ആ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ആ പാപത്തിന്റെ പരിണിത ഫലമായി ഈ സൃഷ്ടികളെല്ലാം ദ്രവത്വത്തിന്റെ അടിമത്വത്തിലേക്ക് തള്ളപ്പെട്ടു. ദൈവമാണത് ചെയ്തത്. അത് നമ്മൾ കണ്ടു. മനഃപൂർവമായിട്ടല്ല. ബാക്കി നിങ്ങൾ പറഞ്ഞു. കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തം അത്ര. റോമൻസ് 8:19 ഫോളോയിങ്. നാം അവിടെ അത് നേരത്തെ വായിച്ചതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞങ്ങ് വിടുന്നതേ ഉള്ളൂ.
അങ്ങനെ ഈ പ്രപഞ്ചം മുഴുവനും ദ്രവത്വത്തിന്റെ അടിമത്വത്തിലായപ്പോൾ ദൈവം ഇതിനെ മുഴുവനും വീണ്ടെടുത്ത് വീണ്ടും പഴയ നിലയിലേക്ക് ആക്കുവാൻ പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. അതാണ് ശരിയായിട്ടുള്ള വീണ്ടെടുപ്പിന്റെ പൂർത്തീകരണം. കൺസ്യൂമേഷൻ ഓഫ് റിഡംഷൻ ഈസ് സ്റ്റിൽ awaiting even for the creation. Because of human sin, entire creation was subjected to futility, subjected to the corruptibility, and the entire creation should be redeemed from this futility and corruptibility. And as the cardinal point to redeem this creation, first of all, man should be redeemed. Man should be reinstated to the original glorious state God intended man to be. And for that, Jesus paid the price of redemption on the cross. Legitimately or legally, the act of redemption was over by remitting the price on the cross. All of them are recorded now. But implementation is still awaiting. And therefore, it was written and it was sealed, kept to the pricing authority. And now the time of implementation has come. The authoritative person now makes it revealed who is the legitimate heir of these things, and therefore who should be banished or who should be vacated and who should possess these. This is the very content of this book. മനുഷ്യന് വേണ്ടിയിട്ട് നൽകപ്പെട്ട ഭൂമി, ആ ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രപഞ്ചം, മനുഷ്യന്റെ പാപം നിമിത്തം ഇവയെല്ലാം മായയ്ക്കും ദ്രവത്വത്തിനും കീഴ്പ്പെട്ടു. ദൈവം അതിനെ കീഴാക്കി. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ഈ സൃഷ്ടിക്ക് പോലും ഈ ദ്രവത്വത്തിൽ നിന്നുള്ള, അതിന്റെ ദാസ്യത്വത്തിൽ നിന്ന് ഒരു വീണ്ടെടുപ്പുണ്ട്. അതിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ആദ്യപടിയായി മനുഷ്യനെ വീണ്ടെടുക്കണം. മനുഷ്യന്റെ വീണ്ടെടുപ്പിന് വേണ്ട വില മുഴുവൻ കൊടുത്ത് നിയമപരമായി വീണ്ടെടുപ്പ് നടപ്പാക്കുകയാണ് വേണ്ടത്. അതാരാ ചെയ്തത്? നമുക്കറിയാം, എന്നാലും നിങ്ങളൊന്ന് കൂടെ വരാൻ വേണ്ടിയാ. ആരാണത് ചെയ്തത്? ആരാണ് ആ വില മുഴുവൻ കൊടുത്തത്? യേശുക്രിസ്തു. യേശുക്രിസ്തു. എവിടെ? കാൽവറി. കാൽവറിയിൽ. സ്തോത്രം. അപ്പോൾ നിയമപരമായി മനുഷ്യന്റെ വീണ്ടെടുപ്പ് സാധിച്ചു ക്രൂശിൽ. മനുഷ്യന്റെ വീണ്ടെടുപ്പിലൂടെ നിയമപരമായി മുഴുപ്രപഞ്ചത്തിന്റെ വീണ്ടെടുപ്പും സാധിച്ചു. പക്ഷേ അതിന്റെ നടത്തിപ്പ് ഇതുവരെ ആയിട്ടില്ല. ഇപ്പോൾ അതിന്റെ നടത്തിപ്പിന്റെ സമയം വരുമ്പോൾ സ്തോത്രം, വില കൊടുത്തതിനെ കുറിച്ചുള്ള
അതിൻ്റെ നിയമപരമായ നടപടിക്രമങ്ങളെക്കുറിച്ചുള്ള രേഖകൾ ആ വില കൊടുത്തവന്റെ കയ്യിലാണ്, അല്ലെങ്കിൽ ഉടമസ്ഥന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ആ ഉടമസ്ഥൻ ഇപ്പോൾ പറയുകയാണ്, ഇത് നടപ്പാക്കാൻ തക്കതായ ഒരു വ്യക്തി, ഈ വില കൊടുത്തവൻ, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുൻപോട്ട് വന്നാട്ടെ. മൂവുലകിലും എങ്ങും ആരെയും കണ്ടില്ല. ഒടുവിൽ ക്രിസ്തു വന്നു, ആ പുസ്തകം വാങ്ങി നിയമപരമായി താൻ ക്രൂശിൽ നേടിയെടുത്ത വീണ്ടെടുപ്പിന്റെ പ്രായോഗികത നടപ്പാക്കുകയാണ് 6-ാം അധ്യായം മുതൽ. ഇതായിരുന്നു നാം ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത്. സ്തോത്രം. ഇത്രയും വ്യക്തമാണെന്ന് ഞാൻ കരുതുന്നു. മുമ്പ് പറഞ്ഞതുപോലെ പാപ്പിറസിൽ നിർമ്മിച്ചെടുത്ത പേപ്പറിന്റെ മുൻഗാമിയാണിത്. ഈ പുസ്തകം പാപ്പിറസിൽ അതിൻ്റെ പല പ്രക്രിയകളുണ്ട്. അതിനെക്കുറിച്ചൊന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല. അതായത് AD 2-ാം നൂറ്റാണ്ട് വരെയും ഏകദേശം ഈ പാപ്പിറസ് ആയിരുന്നു എഴുത്തിന് ഉപയോഗിച്ചിരുന്നത്. വേദ പഠിതാക്കൾ പറയുന്നത് ഏതാണ്ട് 15 ഇഞ്ച് നീളവും 8 ഇഞ്ച് വീതിയുമുള്ള 15 into 8 inches, 15 ഇഞ്ച് നീളവും 8 ഇഞ്ച് വീതിയുമുള്ള പേജുകളായിരുന്നു, അല്ലെങ്കിൽ താളുകളായിരുന്നു ഇവ. എന്നാൽ കൂടുതൽ എഴുതേണ്ടപ്പോൾ ഈ താളുകൾ തമ്മിൽ തുന്നിച്ചേർക്കുക അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുകയാണ്, ഒട്ടിച്ചു ചേർക്കുകയായിരുന്നു പതിവ്. ഏതാണ്ട് 3 ഇഞ്ച് വലിപ്പമുള്ള കോളങ്ങളിലാണ് ഇത് എഴുതപ്പെട്ടിരുന്നത്. സോ 15 into 8 inches was the measurement of each page, and in each page there was a column of 3 inches. 3 ഇഞ്ച് നീളമുള്ള കോളങ്ങളിലാണ് ഇത് എഴുതിയിരുന്നത്. Between the columns ഏതാണ്ട് 3/4 ഇഞ്ചിന്റെ ഒരു വിടവ് വരും. അപ്പം അങ്ങനെ മാർജിനൊക്കെ ഇട്ടാണ് ഇത് എഴുതിക്കൊണ്ടിരുന്നത്. അതിനെക്കുറിച്ച് വേദപഠിതാക്കൾ പറഞ്ഞ ഒരു കാര്യം ഞാൻ പുസ്തകത്തിൽ ഇങ്ങനെയാണ് വായിച്ചത്. ഒരു പാപ്പിറസ് ചുരുളിന്റെ ഒരു പുറത്ത് അടങ്ങി നിൽക്കുന്ന ദൈർഘ്യമാണ് യോഹന്നാന്റെ 2ഉം 3ഉം ലേഖനങ്ങൾക്കുള്ളത് ഒരുമിച്ച് ചേർത്താൽ. John's 2nd and 3rd epistles can be contained in a page of a papyrus. യൂദായുടെ ലേഖനവും ഫിലേമോന്റെ ലേഖനവും പാപ്പിറസിന്റെ ഒരു താളിൽ ഒതുങ്ങും. റോമാലേഖനം മുഴുവനും എഴുതുന്നതിന് 11.5 അടി നീളം വേണ്ടി വരും. 11.5 feet റോമാലേഖനത്തിന്. മർക്കോസിന്റെ സുവിശേഷം എഴുതാൻ 10 അടി നീളമുള്ളത് വേണം. യോഹന്നാന്റെ സുവിശേഷത്തിന് 21.5 foot 21.5 അടി നീളം ഉള്ള ഒരു ചുരുള് വേണം യോഹന്നാന്റെ സുവിശേഷം എഴുതാൻ. മത്തായിയുടെ സുവിശേഷത്തിന് 30 feet 30 അടി നീളം. ലൂക്കോസിന്റെ സുവിശേഷത്തിനും അപ്പോസ്തല പ്രവൃത്തികളും എഴുതാൻ 32 അടി 32 foot.
ഇങ്ങനെ ഉള്ള ഒരു കണക്ക് വേദപഠിതാക്കൾ പറഞ്ഞിട്ടുള്ളത് ജസ്റ്റ് നിങ്ങളുടെ അറിവിന് വേണ്ടി ഞാനൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതൊന്നും നമുക്കിവിടെ പ്രസക്തമായ കാര്യങ്ങളല്ല, ജസ്റ്റ് ഒരറിവിന് വേണ്ടി മാത്രം. ഇതൊന്നും അറിഞ്ഞില്ലെങ്കിലും ഒരു കുഴപ്പവും ഇല്ല, അറിഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനവും ഇല്ല. പിന്നെ പഠിക്കുന്നവർക്ക് ഒരു ജിജ്ഞാസ, ജസ്റ്റ് ചിലർക്ക് ഇതൊക്കെ അറിയുന്നത് ഒരു സന്തോഷം, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. മനസ്സിലായില്ലെങ്കിൽ വിട്ടേറെ അതിനെക്കുറിച്ച് പ്രയാസപ്പെടുകയോ വേണ്ട. അതുകൊണ്ട് ഞാൻ അതിനു വേണ്ടി അധികം സമയം എടുക്കുന്നുമില്ല, ആവർത്തിക്കുന്നുമില്ല. അപ്പോൾ ഇങ്ങനെ കണ്ടന്റിന്റെ അനുസരിച്ച്, അതിൻ്റെ ഉള്ളടക്കം അനുസരിച്ച് താളുകൾ കൂട്ടിച്ചേർത്ത് ഒട്ടിച്ച് ഇങ്ങനെ പോകുമായിരുന്നു. അപ്പം അങ്ങനെ പോകുന്ന അളവിലാണ് ഓരോ പേജുകളും എഴുതി അത് മുദ്രയിട്ട് മാറ്റി വയ്ക്കുന്നത്. അങ്ങനെയാണ് 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ടത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ ആദ്യത്തെ ദിവസം പറഞ്ഞത് കുറഞ്ഞത് 7 പുസ്തകങ്ങളോ അല്ലെങ്കിൽ 7 താളുകളോ ആണ് അന്ന് പറഞ്ഞത്, ഓർമ്മല്ലോ. അതല്ലാതെ ഒറ്റ പുസ്തകം 7 കെട്ട് കെട്ടി വെച്ചിരിക്കുകയല്ല. ഓരോ കെട്ട് അല്ലെങ്കിൽ ഓരോ മുദ്ര പൊട്ടിക്കുമ്പോഴും അതിൽ എഴുതിയിരിക്കുന്ന ഓരോ താളുകൾ വിടർത്തി വായിക്കാം. അങ്ങനെയുള്ള ക്രമീകരണത്തിലാണ് എഴുതിയിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇവിടുത്തെ അർത്ഥം, ക്രിസ്തു ഒന്ന് ദൈവ സൃഷ്ടിയാകയാൽ ഈ പ്രപഞ്ചം മുഴുവനും ദൈവത്തിൻ്റെ വകയാണ്. പക്ഷേ ഈ ലോകത്തിൻ്റെ വ്യവസ്ഥിതികൾ മുഴുവനും സാത്താൻ കൈയടക്കി, അല്ലെ ദൈവം സാത്താന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. അപ്പോൾ ദൈവ സൃഷ്ടിയായ ഈ പ്രപഞ്ചം മുഴുവനും ദൈവം അതിൻ്റെ സ്രഷ്ടാവെന്ന നിലയിൽ ദൈവത്തിന് അവകാശപ്പെട്ടതാണ്. എന്നാൽ അന്യാധീനപ്പെട്ടു പോയി ഇവ മനുഷ്യന്റെ പാപം നിമിത്തം. പക്ഷെ വീണ്ടെടുപ്പാനുള്ള വില പാപപരിഹാരത്തിനായി പ്രായശ്ചിത്ത രക്തമായി ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞു കഴിഞ്ഞു. 2, ക്രിസ്തു ഇതിൻ്റെ വീണ്ടെടുപ്പിന്റെ വില കൊണ്ടും ഈ പ്രപഞ്ചം ഇന്ന് ആർക്ക് അവകാശപ്പെട്ടതാണ്? ദൈവത്തിന്. 2 കാര്യങ്ങൾ പറഞ്ഞു. 1 സൃഷ്ടി നിമിത്തവും, 2 വീണ്ടെടുപ്പിന്റെ വില അല്ലെങ്കിൽ മുതൽ മുടക്കിയത് നിമിത്തവും ഈ പ്രപഞ്ചം മുഴുവനും ദൈവത്തിൻ്റെതാണ്. ഇത് മുഴുവനും ആർക്ക് നൽകിയിരുന്നു? മനുഷ്യർക്ക് നൽകിയിരുന്നു. ആരുടെ കയ്യിൽ നിന്നുമാണ് ഇത് നഷ്ടപ്പെട്ടു പോയത്? ആദാം അഥവാ മനുഷ്യന്റെ കയ്യിൽ നിന്ന്. ആദാം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കയ്യിൽ നിന്ന്. അങ്ങനെ മനുഷ്യന് നൽകപ്പെട്ടിരുന്ന ഈ പ്രപഞ്ചം മനുഷ്യന്റെ തന്നെ കൈകളിൽ നിന്ന് അവന്റെ തന്നെ പാപം അഥവാ പോരായ്മ നിമിത്തം ഇത് അന്യാധീനപ്പെട്ടു പോയി, നഷ്ടപ്പെട്ടു പോയി. ഇങ്ങനെ ദൈവം മനുഷ്യർക്ക് ദാനമായി നൽകിയതും ഉടമസ്ഥാവകാശം കൈമാറിയിട്ടില്ലാത്തതുമായ ഈ ഭൂമി, ഈ പ്രപഞ്ചം ഇപ്പോൾ മറ്റൊരുത്തന്റെ കയ്യിൽ അകപ്പെട്ടിരിക്കുമ്പോൾ ഇതിന് എന്താണ് വേണ്ടത്? പരിഹാരം ഒരു പരിഹാരമായ പദമല്ല. അർത്ഥം ശരിയാണെങ്കിലും വീണ്ടെടുപ്പ്, റിഡംഷൻ. ലേവ്യ 25-ന്റെ 23-ഉം 24-ഉം നമ്മൾ അതിനെ വായിച്ചത്.
അതുകൊണ്ട് അതിന്റെ 24-ാമത്തെ വാക്യത്തിൽ 23-ൽ നമ്മൾ കണ്ടു, ഭൂമി ജന്മം വിൽക്കരുത്, എന്നേക്കുമായി ഈ പ്രപഞ്ചം, ഈ ഭൂമി മറ്റൊരുത്തന് വിറ്റുകൂടാ. ഒരത്യാവശ്യ ഘട്ടത്തിൽ കൈമാറാം, പക്ഷേ 24-ാം വാക്യം പറയുന്നു, നീ അതിനെ വീണ്ടെടുപ്പ് സമ്മതിക്കണം. This Leviticus 25 is the code of redemption. വീണ്ടെടുപ്പിന്റെ നിയമമാണ് അവിടെ ഉള്ളത്. വീണ്ടെടുപ്പിന്റെ വ്യവസ്ഥയാണ് ലേവ്യ 25, the code of redemption. ആ റിഡംഷൻ കോഡിൽ, വീണ്ടെടുപ്പിന്റെ നിയമത്തിൽ പെടുന്നതാണ് ഭൂമി, പ്രപഞ്ചം സ്രഷ്ടാവായ ദൈവത്തിൻ്റെതാണ്. ദൈവം അതിൻ്റെ ഉടമസ്ഥാവകാശം ആർക്കും കൈമാറിയിട്ടില്ല. അതിൽ പാർക്കുവാൻ മനുഷ്യനെ അനുവദിച്ചു. മനുഷ്യന് ഇത് ദാനമായി നൽകിയത് മാത്രമായിരുന്നു. അതുകൊണ്ട് ദാനമായി നൽകപ്പെട്ടത് ജന്മം വിൽക്കാൻ, എന്നേക്കുമായി വിറ്റുകളയാൻ അനുവാദമില്ല. ഏതെങ്കിലും കാരണവശാൽ ഇത് മറ്റൊരുത്തന് അന്യാധീനപ്പെടുത്തേണ്ടി വരാം, പണയപ്പെടുത്തേണ്ടി വരാം. പക്ഷേ അതിനെന്തനുവദിക്കണം? വന്നിട്ട് കൂടെ ഒന്ന് വീണ്ടെടുപ്പ് വില കൊടുത്ത് ചാർച്ചക്കാരൻ അതിനെ വീണ്ടുകൊള്ളണം. വീണ്ടെടുപ്പ് അനുവദിക്കണം. ഓക്കെ, ഇത്രയും 6 കാര്യങ്ങൾ മനസ്സിലായല്ലോ. കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? അറിയില്ല. ആവർത്തിക്കണോ? Should I repeat? വേണ്ട. ഓക്കെ, സ്തോത്രം. Now to us means regarding fields, properties? No. നമ്മുടെ വസ്തുവിനെ സംബന്ധിച്ച് ഈ നിയമം നമുക്കിന്ന് ബാധകമല്ല. ഓക്കെ, അപ്പം വീണ്ടെടുപ്പ് അനുവദിക്കണം. ഇനിയുമാണ് വീണ്ടെടുക്കാൻ ആർക്കാണ് സാധിക്കുക? ആരാണ് വീണ്ടെടുക്കേണ്ടത്? Who can redeem it? സ്വന്തം ജീവനെ കൊടുക്കാൻ കഴിവുള്ളതാണ്. Person who can pay the price for it. ചാർച്ചക്കാരൻ അല്ലെങ്കിൽ ചാർച്ചക്കാരൻ വീണ്ടെടുക്കണം. ചാർച്ചക്കാരൻ, നോട്ട് ഉടമസ്ഥൻ. ആക്ച്വലി ചാർച്ചക്കാരൻ എന്ന് പറഞ്ഞാൽ ആരാണോ ഇത് വിറ്റത് അയാളുടെ ഏറ്റവും അടുത്ത കുടുംബക്കാരൻ. The nearest kin or family member of the person who sold it out. Okay, ആരാണോ ഈ വസ്തു വിറ്റത് അവൻ തന്നെയാണ് വീണ്ടെടുക്കേണ്ടത്, അവൻ തന്നെയാണ് തിരിച്ചു വാങ്ങേണ്ടത്. പക്ഷെ അവന് വകയില്ല, അവന് വാങ്ങാൻ വകയില്ല. അവന് വാങ്ങാൻ അതിന്റെ വില കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ആരാ ചെയ്യേണ്ടത്? അവന്റെ ഏറ്റവും അടുത്ത ബന്ധു, അതാണ് ചാർച്ചക്കാരൻ എന്ന് പറയുന്നത്. The closest relative, the closest family member is the one who has to redeem it. If the sold out owner, the original owner, doesn't have money to purchase it back, വിറ്റയാളിന്
തിരിച്ചു വാങ്ങാൻ വകയില്ലെങ്കിൽ ആ വിറ്റയാളിന്റെ ഏറ്റവും അടുത്ത ബന്ധുവാണ് ഇത് വാങ്ങേണ്ടത്. ആർക്ക് വേണ്ടി വാങ്ങുക? വിറ്റവന് വേണ്ടിയാണ് ഇത് വാങ്ങുന്നത്. അവനെയാണ് വീണ്ടെടുപ്പുകാരൻ എന്ന രൂത്തിന്റെ പുസ്തകത്തിൽ വിളിക്കുന്നത്. ബോവസ് പറയുന്നില്ലേ, ഞാൻ നിന്നെ വീണ്ടെടുക്കാം, പക്ഷേ എന്നേക്കാൾ അടുത്ത ഒരു ചാർച്ചക്കാരനുണ്ട് നിനക്ക്. അവൻ നിന്നെ വീണ്ടെടുക്കുന്നില്ലെങ്കിൽ രണ്ടാമത്തെ നമ്പറാണ് എൻ്റേത്, ഒന്നാമൻ അവനാണ്. അപ്പോൾ ഇവിടെ ഈ പ്രപഞ്ചം ആരാ കളഞ്ഞു പൊളിച്ചത്? ആരുടെ കയ്യിൽ നിന്നാ കൈമോശം വന്നത്? മനുഷ്യന്റെ കയ്യിൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചത്തെ, ഇതിന്റെ വീണ്ടെടുപ്പ് നടത്തേണ്ടതും വീണ്ടെടുപ്പിന്റെ നിയമപ്രകാരം ആരാണ്? മനുഷ്യൻ തന്നെ, അതെ, മനുഷ്യന്റെ ഏറ്റവും അടുത്ത ചാർച്ചക്കാരൻ എന്ന് പറഞ്ഞാൽ മനുഷ്യകുലത്തിൽ പിറന്ന ഒരുത്തന് മാത്രമേ ഇത് വീണ്ടെടുക്കാൻ പറ്റൂ. ദൈവത്തിന് പോലും ഇത് വീണ്ടെടുക്കാൻ ഒക്കത്തില്ല. ദൈവത്തിന് ദൈവത്വത്തിൽ വീണ്ടെടുക്കാൻ പറ്റില്ല. വേറെ ഒരു സൃഷ്ടിക്കും വേറെ ഒരു രൂപത്തിലും മനുഷ്യന്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ ഇതിനെ തിരിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ദൈവത്തിന് വീണ്ടെടുപ്പുകാരനായി വന്നപ്പോൾ നഷ്ടപ്പെടുത്തിയ മനുഷ്യന്റെ രൂപത്തിൽ വരേണ്ടി വന്നത്, മനുഷ്യനായി വരേണ്ടി വന്നത്. അങ്ങനെ തന്നെ തന്നെയും തനിക്ക് നൽകപ്പെട്ടതും, മനസ്സിലായോ? മനുഷ്യൻ തന്നെ തന്നെയും തനിക്ക് നൽകപ്പെട്ടതുമായതെല്ലാം പാപം നിമിത്തം നഷ്ടപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യനെയും അവൻ നഷ്ടപ്പെടുത്തിയ സകലത്തെയും വീണ്ടെടുക്കുവാൻ വീണ്ടെടുപ്പിന്റെ നിയമപ്രകാരം വീണ്ടെടുപ്പുകാരൻ ഈ മനുഷ്യന്റെ ഏറ്റവും അടുത്ത ചാർച്ചക്കാരനായി മനുഷ്യത്വത്തിൽ ഈ ഭൂമിയിലേക്ക് വന്നു. സ്തോത്രം. അങ്ങനെ മനുഷ്യത്വത്തിൽ അഥവാ മനുഷ്യപുത്രനായി, മനുഷ്യ വേഷത്തിലായി, മനുഷ്യ സാദൃശ്യത്തിലായി വന്ന ദൈവപുത്രനായ ക്രിസ്തുവിന് മാത്രമേ മനുഷ്യന്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ പ്രപഞ്ചത്തെയും സ്വയം നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെയും വീണ്ടെടുക്കുവാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. അതുകൊണ്ടാണ് യേശു നമ്മെ വീണ്ടെടുക്കാൻ വന്നപ്പോൾ ആനയും കുതിരയും ആമയും പാമ്പും തേളും ഒന്നുമായി വരാതെ മയിലും കുയിലുമായി വരാതെ മനുഷ്യനായിട്ട് തന്നെ പിറന്നത്, ദൂതനായിട്ട് പോലും വരാതിരുന്നത് അതുകൊണ്ടാ. എബ്രായർ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, സ്തോത്രം, 16-ാമത്തെ വാക്യത്തിൽ ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല യേശു വന്നത്, പിന്നെ അബ്രഹാമിന്റെ സന്തതിയെ വീണ്ടെടുക്കാനാ. അതുകൊണ്ട് നാം 14-15 വാക്യങ്ങളിൽ ഹീബ്രൂസ് 2:14-15 കാണുന്നു, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് താനും അവരെ പോലെ തന്നെ ജഡരക്തങ്ങളോട് കൂടിയവനായി ഭൂമിയിൽ വന്നു. സ്തോത്രം. യേശു സാത്താനെ തോൽപ്പിച്ചതും യേശു മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തിയതും തൻ്റെ മനുഷ്യത്വത്തിൽ ആയിരുന്നു.
സ്തോത്രം. എന്ന് പറഞ്ഞാൽ ദൈവത്വം ഇല്ലാതിരുന്നെന്നല്ല, ദൈവത്വം ഉപേക്ഷിപ്പാൻ അവന് കഴിയത്തില്ലാത്തത് കൊണ്ട് താൻ പൂർണ്ണ ദൈവം അപ്പോൾ തന്നെ ആയിരുന്നു എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്തോത്രം. എന്നാൽ തൻ്റെ മനുഷ്യത്വത്തിലാണ് മനുഷ്യരായ നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി യേശു ക്രൂശിൽ വില കൊടുത്തത്. സ്തോത്രം. തൻ്റെ മനുഷ്യത്വത്തിലാണ് ക്രൂശിൽ യേശു പാപത്തിന്റെ ശിക്ഷ ഏറ്റത്. അതിനുവേണ്ടിയായിരുന്നു യേശു ഒരു ശരീരം എടുത്തത്. അതിനുവേണ്ടിയായിരുന്നു യേശുവിന് വേണ്ടി ഒരു ശരീരം പണ്ടേ ഒരുക്കിയിരുന്നത്. സ്തോത്രം. ആ വീണ്ടെടുപ്പിന്റെ പ്രക്രിയ മനസ്സിലായല്ലോ. ദ പ്രോസസ് ഓഫ് റിഡംഷൻ, ദ കോഡ് ഓഫ് റിഡംഷൻ. സ്തോത്രം. ദിസ് ഈസ് ദ കോർ ട്രൂത്ത് ഓഫ് റിഡംഷൻ. വീണ്ടെടുപ്പിന്റെ സ്തോത്രം ആ വലിയ പ്രക്രിയ. അതുകൊണ്ടാണ് മനുഷ്യത്വത്തിൽ വെളിപ്പെട്ട, മനുഷ്യ സാദൃശ്യത്തിൽ വെളിപ്പെട്ട ദൈവപുത്രനോട് നമുക്കേറെ ആദരവും സ്നേഹവും. യേശു വേറെ ഏതൊരു രൂപത്തിൽ വന്നിരുന്നെങ്കിലും നമ്മെ വീണ്ടെടുക്കുവാൻ അവന് കഴിയുമായിരുന്നില്ല. കാരണം വീണ്ടെടുപ്പിന്റെ നിയമം അങ്ങനെയാ കിടക്കുന്നത്. സ്തോത്രം. ആ നിയമം ഉണ്ടാക്കിയ നിയമകർത്താവ് തന്നെ നമുക്ക് വേണ്ടി മരിച്ചു. എബ്രായർ 9-ാം അധ്യായമാണ് ഞാൻ പറയുന്നത്. ആ നിയമകർത്താവ് തന്നെ താൻ ഉണ്ടാക്കിയ നിയമം അനുസരിച്ച് നമുക്ക് വേണ്ടി മരിക്കയാൽ അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനായി മാറി. ഹി ബിക്കെയിം അവർ ഗോയേൽ. സ്തോത്രം. വീണ്ടെടുപ്പുകാരനെ വിളിക്കുന്ന പേരാണ് ഗോയേൽ. സ്തോത്രം. അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനായി മാറി. ആ വീണ്ടെടുപ്പിന്റെ വസ്തുതകളാണ് ഇവിടെ നാം കാണുന്നത്. സ്തോത്രം. അങ്ങനെ നമ്മുടെ വീണ്ടെടുപ്പുകാരനായി തീർന്ന മനുഷ്യനായ കർത്താവിന് വേണ്ടി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് സ്തുതിയും മഹത്വവും അർപ്പിക്കുന്നു. നമ്മുടെ ആ വീണ്ടെടുപ്പുകാരനോടുള്ള സ്നേഹം നമ്മുടേതധികം വർദ്ധിച്ച് നമ്മെ സൃഷ്ടിച്ചവനും നമ്മെ വീണ്ടെടുത്തവനുമായ ദൈവത്തിന്റെ വകയായി നമുക്ക് വീണ്ടും ജീവിക്കാം. സ്തോത്രം. There comes a day when it will be consummated. ഈ വീണ്ടെടുപ്പ് പൂർണ്ണമാകുന്ന, തികയുന്ന, നാമം തന്നോട് അനുരൂപരായി തീരുന്ന വീണ്ടെടുപ്പിന്റെ ഒരു ദിവസം അടുത്തു വരുന്നു. ആ നാളിനായി നമുക്ക് ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.